ഇന്ന് നാം കാണുന്ന കലാ, സാംസ്കാരിക, ശാസ്ത്ര, സാങ്കേതിക തലങ്ങളിലെ നേട്ടങ്ങൾക്ക് പിന്നിൽ ആരുടെയെങ്കിലും ആശയങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു വ്യക്തിയുടെയോ ഒരു കൂട്ടം വ്യക്തികളുടെയോ ചിന്താതലങ്ങളിൽ ഉരുത്തിരിയുന്ന ആശയങ്ങളെ ഗുഡ് ഐഡിയാസ് അഥവാ നല്ല ആശയങ്ങളെന്നും ക്രിയേറ്റീവ് ഐഡിയാസ് അഥവാ സൃഷ്ടിപരമായ ആശയങ്ങൾ എന്നുമൊക്കെ വിളിക്കാറുണ്ട്. ആത്മീയ ജീവിതത്തിലും ഐഡിയാസ്, ആശയങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. എന്നാൽ ഒരു കാര്യം നാം തിരിച്ചറിയണം. എവ്രി ഗുഡ് ഐഡിയ ഈസ് നോട്ട് നെസസറിലി എ ഗോഡ് ഐഡിയ. എല്ലാ ആശയങ്ങളും ദൈവത്തിൻ്റെ ആശയങ്ങളാകണമെന്നില്ല. നാം പല കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ ചിന്തിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നല്ല ആശയങ്ങളായി നമുക്ക് തോന്നിയേക്കാം. എന്നാൽ തിരുവചനം പറയുന്നത് ശ്രദ്ധിക്കുക. സദൃശ്യവാക്യങ്ങൾ 19-ാം അധ്യായം 21-ാമത്തെ വാക്യം, മെനി ആർ ദി പ്ലാൻസ് ഇൻ എ മാൻസ് ഹാർട്ട്, ബട്ട് ഇറ്റ് ഈസ് ദി ലോർഡ്സ് പർപ്പസ് ദാറ്റ് പ്രിവെയിൽസ്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. രണ്ട് കാര്യങ്ങൾ നമ്മുടെയും ദൈവത്തിൻ്റെയും ഇടയ്ക്ക് നടക്കുന്നു. ഒന്ന്, നാം നമ്മുടെ ആലോചനകളെ ദൈവത്തിനർപ്പിക്കുന്നു. രണ്ട്, ദൈവം അവൻ്റെ ആലോചനകളെ നമുക്ക് നൽകുന്നു. ദ ഓൺലി പ്ലാൻ ഗോഡ് വിൽ ബ്ലസ് ഈസ് ദി വൺ ഹി ഗീവ്സ് അസ്. ദൈവം നമുക്ക് നൽകിയ ആലോചനകളെ മാത്രമേ അവിടുന്ന് അനുഗ്രഹിക്കുകയുള്ളൂ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് അല്പപ്രയാസം തോന്നാമെങ്കിലും തിരുവചനം എന്താണ് നമ്മുടെയും ദൈവത്തിൻ്റെയും വിചാരങ്ങളെപ്പറ്റിയും ആലോചനകളെപ്പറ്റിയും പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ ആശയങ്ങളും ആലോചനകളും അവിടുന്ന് നമ്മുടെ ഉള്ളിൽ തരുവാനായി നമുക്ക് ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്നുമുണ്ടാകുന്ന ഗുഡ് ഐഡിയാസിനെ ദൈവം അനുഗ്രഹിച്ചിരിക്കും. അവൻ നമുക്ക് നൽകുന്ന ഉറപ്പത്രേ. യെശയ്യാവിൻ്റെ പുസ്തകം 42-ാം അധ്യായം 16-ാമത്തെ വാക്യം, ഞാൻ കുരുടന്മാരെ അവർ അറിയാത്ത വഴിയിൽ നടത്തും, അവർ അറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാറാക്കും. ഞാൻ അവരുടെ മുമ്പിൽ ഇരുട്ടിനെ വെളിച്ചവും ദുർഘടങ്ങളെ സമഭൂമിയുമാക്കും. ഞാൻ ഈ വചനങ്ങളെ വിട്ടുകളയാതെ നിവർത്തിക്കും. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.